പാഠം 1089 ഭാര്യയെ സ്നേഹിക്കുന്ന വിധം. എന്താ? എന്റെ പേര് ശിവൻകുട്ടി. ഞാൻ വക്കീലിൽ നിന്ന് കാണാൻ വന്നതാ. ശിവൻകുട്ടിയായിരുന്നു. എന്താ രാവിലെ? ഞാൻ വക്കീലിന്റെ മൊബൈലിൽ വിളിച്ചു, കിട്ടിയില്ല. അതുകൊണ്ടാ നേരിട്ട് വന്നത്. ഇന്നലെ രാത്രി ഞാൻ എന്റെ ഫോൺ ചാർജിനിട്ടതാ. ഇതുവരെ അത് നോക്കാൻ പറ്റില്ല. ഇവിടെ ലാൻഡ് ഫോൺ ഉള്ളതുകൊണ്ട് മൊബൈലിന് കാര്യം ഞാനങ്ങ് ഓർത്തില്ല. എന്താ ശിവൻകുട്ടി രാവിലെ? കേസിന്റെ ഒത്തുതീർപ്പ് ചർച്ച അടുത്ത തിങ്കളാഴ്ച നടത്താന്നല്ലേ വക്കീല് പറഞ്ഞത്? തിങ്കളാഴ്ചയാണെ സൗകര്യമാണെന്ന് അഡ്വക്കേറ്റ് കുര്യാക്കോസും പറഞ്ഞു. വക്കീലെ, അതിലൊരു പ്രശ്നമുണ്ട്. തിങ്കളാഴ്ച എന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റൂ. വേറെ ഏത് ദിവസമായാലും കുഴപ്പമില്ല. തീയതി തീരുമാനിക്കുന്നതിന് മുന്നേ ഞാൻ ശിവൻകുട്ടിയെ വിളിച്ച് പറഞ്ഞതല്ലേ. അപ്പൊ ശിവൻകുട്ടി പറഞ്ഞു പ്രശ്നമൊന്നുമില്ലെന്ന്. ഞാൻ പറഞ്ഞില്ലേ വക്കീലെ, ഒരു അബദ്ധം പറ്റിയതാ. തിങ്കളാഴ്ച വേറൊരു കാര്യമുള്ളതുകൊണ്ട് ഞാൻ മറന്നുപോയതാ. കേസ് ഒത്തുതീർപ്പാക്കുന്നതിനെക്കാട്ടിലും വേറെ എന്ത് വലിയ കാര്യമുള്ളത്? കിട്ടിയ അവസരം ചുമ്മാ പാഴാക്കാൻ നിൽക്കല്ലേ. സത്യം പറയാലോ വക്കീലെ, തിങ്കളാഴ്ച ഭാര്യയുടെ പിറന്നാളാ. ഇതുവരെയുള്ള അവളുടെ ഒരു പിറന്നാളിനും ആഘോഷം മുടക്കിയിട്ടില്ല. ഇത്തവണയും പറ്റില്ല. വേറെ എന്ത് കാര്യമാണെങ്കിലും മാറ്റിവെക്കായിരുന്നു. പക്ഷെ അവളുടെ പിറന്നാളായി പോയി. എങ്ങനെയെങ്കിലും വക്കീൽ ഒത്തുതീർപ്പ് ചർച്ച ഒന്ന് മാറ്റിത്തരണം. ഓരോരുത്തന്മാർ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. വേറെ ഏത് ദിവസമാണെങ്കിലും ഏത് സമയത്താണെങ്കിലും കുഴപ്പമില്ല. ഞാന് അഡ്വക്കേറ്റ് കുര്യാക്കോസിനോടൊന്ന് സംസാരിക്കട്ടെ. ഒരു 11 മണിയാകുമ്പോഴേക്കും ശിവൻകുട്ടി എന്നെ വിളിച്ചാൽ മതി. ഓ, വലിയ ഉപകാരം. ശരി. ഇനി ഇവിടെ ഞാൻ ഒരു വലിയ മരം നട്ടിരുന്നു, കാണാനില്ല. പോയാ എന്തോ. വില്ലേപ്പസർ കേട്ടായിരുന്നോ ശിവൻകുട്ടി പറഞ്ഞത്? ഇല്ല. ഭാര്യയുടെ പിറന്നാളൊക്കെ സ്നേഹമുള്ള ഭർത്താക്കന്മാർക്ക് വലിയ കാര്യമാണ്. ഇവിടെ ഒരാളുള്ളതാണെങ്കിൽ ഭാര്യയുടെ പിറന്നാൾ എന്നാണെന്ന് ചോദിച്ചാ സാധാരണ മനുഷ്യന്മാർക്ക് ഇതൊക്കെയാണ് വലിയ കാര്യം. പിറന്നാൾ ആഘോഷമൊന്നും വേണ്ടേ. ഇവിടെ ഒരാളെ ജീവിച്ചിരിപ്പുണ്ടെന്ന വിചാരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ മതിയായിരുന്നു. ഫോൺ ആദ്യമായിട്ടൊരു ഉപകാരം ചെയ്തു. ഹലോ, മോഹനകൃഷ്ണൻ സാറല്ലേ? അതെ, ആരാണ്? ഞാൻ വിദ്യാലക്ഷ്മി. ഭാമയില്ലേ? ഉണ്ട്, കൊടുക്ക. ആരാ മോനട്ടാ? അറിയില്ല. ഹലോ ഭാമേ, ഞാനാ വിദ്യ. എന്തിനാണ് മോനട്ടാ അറിയില്ലെന്ന് പറഞ്ഞത്? ഞാനന്ന് മോഹനകൃഷ്ണൻ സാറിനോട് പറഞ്ഞല്ലോ. അതോടൊന്നും കാര്യമില്ല വിദ്യ. രാവിലെ തൊട്ട് സാറിന് തീരെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? നീ എന്തിനാ വിളിച്ചെന്ന് പറ. ഒരു ഉഗ്രൻ കോൾ വന്നിട്ടുണ്ട്. പ്രകാശ് മോട്ടോഴ്സിലെ പ്രകാശൻ സാറിനെ നിനക്കറിയില്ലേ? പുള്ളിക്കാരന്റെ ഒരു കേസ്. സതീഷേട്ടൻ പുതിയ കാറ് വാങ്ങാൻ വേണ്ടിട്ട് ഇന്നലെ ഇവിടെ പോയിരുന്നു. കാറിന്റെ കാര്യമൊക്കെ സംസാരിച്ചു വന്നപ്പോഴാ കേസിന്റെ കാര്യം പ്രകാശൻ സാർ പറയുന്നത്. പിന്നെ സതീഷേട്ടൻ ഒട്ടും മടിച്ചില്ല. എന്റെ ഭാര്യ ഒന്നാന്തരം വക്കീലാണ്, കേസ് അവളെ ഏൽപ്പിച്ചാൽ ജയിക്കുന്നൊക്കെ. ആദ്യം പ്രകാശൻ സാറിന് ഒരു മടിയായിരുന്നു. പിന്നെ സതീഷേട്ടൻ നിർബന്ധിച്ചപ്പോ സമ്മതിച്ചു. കുറച്ചുമുമ്പ് പ്രകാശൻ സാർ എന്നെ വിളിച്ച് ഇന്ന് എന്നെ ചെന്ന് കാണുന്നു പറഞ്ഞിട്ടുണ്ട്. നിനക്കെപ്പോഴാ സമയം കിട്ടുക? എപ്പാണെങ്കിലും പോവാം. നീ തീരുമാനിച്ച മതി. ഈ അടുത്ത കാലത്ത് ഇത്രയും കൊള്ളാവുന്നൊരു കേസ് നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ വിദ്യ. അതെ അതെ അതെ, ശരി. അപ്പൊ ശരി. പ്രകാശ് മോട്ടേഴ്സിലെ പ്രകാശ സാറിന്റെ കേസ് ഞങ്ങൾക്കാണ്. പ്രകാശ സാറിനെ പോലെ ഒരു കക്ഷിയെ കിട്ടിയ പിന്നെ എന്താ ഞങ്ങൾക്ക് വേണ്ടത്, അല്ലേ? എങ്ങനെയാണ് ആ കേസ് കിട്ടിയെന്നറിയാമോ?
പറഞ്ഞുതരാം. വിദ്യയുടെ ഭർത്താവിന്റെ മിടുക്കുണ്ട്. സതീർ സാറ് യാദൃശികമായിട്ടാണ് അങ്ങനെ ഒരു കേസുണ്ടെന്ന് അറിഞ്ഞത്. പിന്നെ ഒട്ടും മടിച്ചില്ല. ഭാര്യയ്ക്ക് തന്നെ ആ വക്കാലത്ത് കൊടുക്കണമെന്ന് സാറ് പറഞ്ഞു. ഭാര്യയോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ള ഭർത്താക്കന്മാരെ അങ്ങനെയൊക്കെ ചെയ്യും. മോഹനേട്ടൻ അങ്ങനെ എത്ര കേസ് എനിക്ക് പിടിച്ചു തന്നിട്ടുണ്ട്? എന്റെ ജോലി അതല്ല. അല്ല, മോഹനേട്ടന്റെ ജോലി എന്ന് പറഞ്ഞാ ഭാര്യയെ കുറ്റം പറയാ, കളിയാക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ ഒന്ന് നാണം കെടുത്ത എന്നൊക്കെയല്ലേ? അല്ലേ? അല്ലാതെ ഭാര്യയ്ക്ക് നന്മ ഉണ്ടാവുന്ന ഒരു കാര്യം ചെയ്യുക, ഭാര്യ ഒന്ന് സഹായിക്കുക, ഇതൊന്നും മോഹനേട്ടൻ പറഞ്ഞിട്ടില്ല. എന്റെ ജോലിയിൽ ഞാൻ നിന്റെ സഹായം ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പിന്നെ ഞാൻ എന്നെ സഹായിക്കേണ്ട കാര്യം? നമ്മള് വക്കീലും വില്ലേജ് ഓഫീസറും മാത്രം അല്ലല്ലോ മോഹനേട്ടാ, ഭാര്യയും ഭർത്താവും കൂടിയാ. നമ്മുടെ നാട്ടിലെ സകല ഭർത്താക്കന്മാരും ഭാര്യമാരെ മനസ്സറിഞ്ഞ് സ്നേഹിക്കും, സഹായിക്കും. പക്ഷെ മോഹനേട്ടനെ കൂടെ അതൊന്നും പറ്റൂല. ഭാര്യ തന്നെക്കാട്ടിലും കേമിയായി പോകുന്നുള്ളൊരു പേടി, അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒരു പേടി. അയ്യോ, കാരണം നീ ഒരിക്കലും എന്നെ കളിക്കാൻ കാണിക്കില്ലല്ലോ. നിനക്ക് കേസോടെ നീ പിടിച്ചോളാം, അല്ലാതെ എന്നെ ആശ്രയിച്ച് വലിയ വക്കീലാവെന്ന് വിചാരിക്കരുത്. നമസ്കാരം. എന്താ ദിവാരൻ ചേട്ടാ, രാവിലെ വീടിനടുത്തുള്ള ഒരു 6 സെന്റ് സ്ഥലം വാങ്ങിയായിരുന്നു ഞാൻ അറിഞ്ഞു. സാർ അറിഞ്ഞോ? എങ്ങനെ അറിയാതിരിക്കും, ഞാനിവിടുത്തെ വില്ലേജ് ഓഫീസറല്ലേ. ഞാന് ആ സ്ഥലത്തിന്റെ പോക്കുവരവിന്റെ കാര്യം സാറിനോട് പറയാനാ വന്നേ. കുറച്ച് നേരത്തെ അത് ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരം. അതിനെന്താ, ആധാരത്തിന്റെ അസലും പകർപ്പുമായിട്ട് നേരെ വില്ലേജ് ഓഫീസിലേക്ക് വന്നാൽ മതി. അപേക്ഷ എഴുതേണ്ട എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അല്ല, ആ സ്ഥലം എന്റെ പേരിലല്ല, സുലോചനയുടെ പേരില. അവള് വരണ്ടേ? ഭാര്യയുടെ പേരിലാണ് സ്ഥലം വാങ്ങിയത്. ഞാൻ ഇതുവരെ വാങ്ങിയ സ്ഥലമൊക്കെ അവളുടെ പേരില സാറേ. സത്യം പറയാലോ സാറേ, അവളെ കല്യാണം കഴിച്ച പിന്നെയാ എനിക്കൊരു നല്ല കാലം ഉണ്ടായത്. അവൾ ഇടപെട്ട എന്ത് കാര്യമായാലും അത് നന്നാവും. ഞാൻ സ്കൂട്ടർ വാങ്ങിയത് പോലും അവളുടെ പേരിലല്ലേ. അവളാ എന്റെ ഒരു ഭാഗ്യം. അവളെ കൊണ്ടുവരണം സാറേ. വേണമെന്നില്ല, ഒരു വെള്ള പേപ്പറിൽ അപേക്ഷ എഴുതി ഒപ്പിടിപ്പിച്ച് ദിവാരഞ്ഞിട്ട് കൊണ്ടുവന്നാലും മതി. ഓ ശരി സാർ, പോട്ടെ. എന്താ ചെയ്യൂന്ന് രാവിലെ ഓരോ എന്താ അവിടെ മുങ്ങിയത്? നാട്ടിലുള്ള മനുഷ്യന്മാർക്ക് മുഴുവനും ഭാര്യയെ പറ്റിയുള്ള അഭിപ്രായം ഇപ്പൊ മനസ്സിലായല്ലോ. ഇവിടെ എന്നെ നോക്ക്. ഭാര്യ എന്ന വ്യക്തിയോട് കടുകുമണ്ട് അത്ര പോലും സ്നേഹമില്ലാത്ത ലോകത്തിലെ ഒരേ ഒരു ഭർത്താവ് എന്റെ മോഹനേട്ടനാണെന്ന് സമ്മതിച്ചോ? നീ എന്ത് എന്നൊക്കെ പറയുന്നത്? എന്ത്? ആദ്യം നമുക്ക് ശിവൻകുട്ടി ഒത്തുതീർപ്പ് ചർച്ച തിങ്കളാഴ്ച നടത്താന്ന് പറഞ്ഞപ്പോ ആദ്യം ശിവൻകുട്ടി സമ്മതിച്ചല്ലോ. സമ്മതിച്ചു. പിന്നെ അയാളത് മാറ്റി പറഞ്ഞ കാര്യം എന്താ? ഭാര്യയുടെ പിറന്നാളായോണ്ട്. ചുരുക്കത്തിൽ തിങ്കളാഴ്ച അയാളുടെ ഭാര്യയുടെ പിറന്നാളാണ് എന്ന കാര്യം അയാൾക്ക് ഓർമ്മയില്ലായിരുന്നു. അയാളുടെ ഒരേ ഒരു ഭാര്യയുടെ ഒരേ ഒരു പിറന്നാൾ എന്നാണെന്ന് പോലും ഓർക്കാത്ത അയാൾക്ക് ഭാര്യയുടെ എന്ത് സ്നേഹമാണുള്ളത്? നിന്റെ പിറന്നാൾ ഡിസംബർ 12-ാം തീയതിയാണെന്ന് ഏതുറക്കത്തിലും കെ മോഹൻഷ വിളിച്ചു പറഞ്ഞോളായി. അതുകൊണ്ടൊന്നും കാര്യമില്ല. എന്റെ പിറന്നാളായതിന്റെ പേരില് മോഹനേട്ടൻ എന്തെങ്കിലും കാര്യം മാറ്റി വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഹാമേ, ഈ ശിവൻകുട്ടിയും പിറന്നാൾ കാരണമൊന്നുമല്ല ചർച്ച മാറ്റിക്കാൻ പോകുന്നത്. അയാൾക്ക് വേറെ നിർദ്ദേശം കാണും. പക്ഷേ അത് പറഞ്ഞാൽ നീ സമ്മതിക്കില്ല. അതുകൊണ്ട് അയാൾ ഭാര്യയുടെ പിറന്നാളാണ് എന്നൊരു നമ്പർ ഇറങ്ങി. പെണ്ണുങ്ങളെ പറ്റിക്കാനുള്ള ഏറ്റവും നല്ല പരിപാടിയാണ് ഞാൻ ഭാര്യയെ സ്നേഹിക്കുന്നു പറഞ്ഞു നടക്കുക. അപ്പൊ വിദ്യാലക്ഷ്മിക്ക് സതീഷ് സാർ കേസ് പിടിച്ചു കൊടുത്തോ? മോഹനേട്ടൻ ഇവർ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്ത്? എന്റെ ഭാര്യയ്ക്ക് സ്വന്തമായ കേസ് പിടിക്കാനുള്ള കഴിവുണ്ട്, അതെനിക്കറിയാം. പക്ഷെ സതീശന് അവിശ്വാസമില്ല. കാരണം വിദ്യാലക്ഷ്മി വളരെ കഴിവ് കുറഞ്ഞൊരു വക്കീലാണ്. തർക്കം ജയിക്കാനാണെങ്കിലും ഞാനൊരു നല്ല വക്കീലാണെന്ന് മോഹനേട്ടൻ സമ്മതിച്ചല്ലോ. ഓ, സന്തോഷായി എന്റെ മോനേട്ടാ. മോഹനേട്ടനാണെങ്കിൽ സംഗതി സൗകര്യമായി. ഇനി ഈ ജന്മത്തെ എനിക്കൊരു കേസ് പിടിച്ചേരേണ്ട കാര്യമില്ലല്ലോ. ഞാനൊരു ഭയങ്കര വക്കീലാണല്ലോ. എനിക്ക് കേസെല്ലാം താനിങ്ങ് വന്നോളൂ.
അതെ, ആ ദിവാകരൻ ചേട്ടന്റെ കാര്യത്തിൽ എന്താണ് ന്യായം? ഭൂമി വാങ്ങുമ്പോ ഭാര്യയുടെ പേരിൽ വാങ്ങുന്നതിന്റെ കാരണം പറഞ്ഞത് കേട്ടായിരുന്നല്ലോ മോഹനേട്ടൻ. ഭാര്യയാണ് എന്റെ ഭാഗ്യം, ഐശ്വര്യം എന്നല്ല. അത് കേട്ടപ്പോ എന്തോന്നി? എന്ത് പച്ചക്കള്ളം. ഹമേ, സ്ത്രീകളുടെ പേരിൽ സമ്പാദിച്ചാൽ ആദായ നികുതി കുറയും, അതുപോലെ ആധാര ചെലവും കുറഞ്ഞിരിക്കും. ദിവാകരൻ ചേട്ടനെ പോലുള്ളവർ ആ ലാഭം മുന്നിൽ കണ്ടാണ് ആരുടെ പേരിൽ ഭൂമി ആവുന്നെന്ന് പറയുന്നത്. അല്ല, സ്നേഹം കൊണ്ടൊന്നുമല്ല. അതിനെ ന്യായം കണ്ടുപിടിച്ചു കളഞ്ഞു. സത്യത്തിൽ മോഹനേട്ടൻ ഈ വില്ലേജ് ഓഫീസർ ആവുന്നേക്കാട്ടിലും നന്നായനെ ഒരു രാഷ്ട്രീയക്കാരനോ വക്കീലോ ആയിരുന്നെങ്കിൽ. എന്താ വാക് സാമർത്ഥ്യം! ഈ രാഷ്ട്രീയക്കാരാവുന്നത് ആലോചിക്കുന്ന കാര്യമാണ്. പക്ഷേ ഒരിക്കലും ഒരു വക്കീലാവാൻ ഞാൻ തയ്യാറല്ല. സത്യസന്ധത ജീവിത വ്രതമായി കൊണ്ടു നടക്കുന്ന കെ മോഹനേഷ് സാർ എങ്ങനെ വക്കീലാവും? സാറേ, ഉത്തമനാണല്ലോ. ഭാഗ്യവാൻ തൊപ്പിക്കാരൻ. കല്യാണം കഴിക്കാത്തതുകൊണ്ട് മനസമാധാനമായിട്ട് ജീവിക്കും. ഞാൻ ആ ഭാഗ്യവനെന്ന് കണ്ടോട്ടെ. നമസ്കാരമുണ്ട് സാർ. ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത്. നമസ്കാരം. ആദ്യം കാര്യം പറയൂ. സന്തോഷ വാർത്തയാണോ ദുഃഖ വാർത്തയാണോ ഒക്കെ അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം. സാർ, ഒരു കല്യാണ കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണ് കാണാൻ പോകുന്ന കാര്യം സാറിന്റെ അടുത്ത് പറഞ്ഞിരുന്നല്ലോ. പോയി കണ്ട് പെണ്ണിനെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇന്ന് രാവിലെ അവർ വിളിച്ച് പറയാണ് ആലോചന മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യമുണ്ട് എന്ന്. ഭാഗ്യം ഉണ്ടെങ്കിൽ ഇത് നടക്കും സാറേ. കല്യാണം കഴിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യക്കാടെന്ന് പറഞ്ഞാണ് എന്റെ മോനോട് നടക്കുന്നത്. അതാണ് ഉത്തരം ഇങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ കല്യാണവും ഭാഗ്യക്കേടാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സാറേ, ഈ ഭാഗ്യം വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. രണ്ടും കൽപ്പിച്ചൊരു കല്യാണം കഴിക്കാൻ ഞാൻ അങ്ങ് തീരുമാനിച്ച്. അല്ല ഉത്തമ, ഈ വിവാഹ ജീവിതത്തെ പറ്റി ഉത്തമന്റെ ധാരണ എന്താണ്? ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഒരു മോശം ഏർപ്പാടാണോ? ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ജോലി ചെയ്യുന്നു, പണം സമ്പാദിക്കുന്നു, ഭക്ഷണത്തിലുള്ള വക കണ്ടെത്തുന്നു. അങ്ങനെയാണല്ലോ നാട്ടു നടപ്പ്. അത് മതി, അത് മതി, അത് മതി, അത് മതി. 3 നേരം ഭക്ഷണത്തിലുള്ള ഒരു വക കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഭാര്യ ഒരക്ഷരം മിണ്ടാൻ പാടില്ലല്ലോ. ഇവരെ കേൾക്കാണോ ജീവിക്കുന്നത്? എന്തോ പ്രശ്നമുണ്ടല്ലോ സാറേ. ഞാൻ അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, നാട്ടിലുള്ള മറ്റു ഭർത്താക്കന്മാരൊന്നും അങ്ങനെയല്ല എന്ന്. അതെങ്ങനെ? പെങ്കോന്തന്മാരായ ചില കൊരങ്ങന്മാർ ആണുങ്ങളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, ആണുങ്ങളെ പേരുകളായിട്ട്. സാറേ, ഈ ഭാര്യമാരെ ഒതുക്കാൻ ഇങ്ങനെ സിദ്ധാന്തം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർക്കതൊന്നും മനസ്സിലാവൂല. ഇതിനേക്കാളൊക്കെ നല്ലത് ഒരു കൊച്ചു കൊച്ചു നമ്പർ ഇറക്കി നമ്മൾ അവരെ പരിഗണിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സാറ് വക്കീലിന് 1 പവന്റെ മാല വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ 1 കൊല്ലത്തേക്ക് വക്കീൽ ഒരു പ്രശ്നത്തിനും വരില്ല. 1 പവന് എത്ര രൂപയാണെന്ന് ഉത്തമൻ അറിയാമോ? ശരി, വേണ്ട 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 വേണ്ട. കാശ് മുടക്കാത്ത വേറൊരു കാര്യം പറയാം. സാർ ഇടപെട്ട് വക്കീലിനൊരു കേസ് പിടിച്ചു കൊടുക്കണം. എത്ര ചെറിയ കേസായിരുന്നാലും വക്കീലിന് ഭയങ്കര സന്തോഷമായിരിക്കും. സാറ് വക്കീലിനെ പരിഗണിച്ചല്ലോ. ഏയ്, സാറത് ശ്രമിച്ചു നോക്കണം. അല്ലെങ്കിൽ പിന്നൊരു വഴിയുണ്ട്. സാറായിട്ടൊരു കേസ് ഉണ്ടാക്കണം. ഇല്ലാത്തൊരു കേസുണ്ടാക്കി അത് ഉണ്ട് എന്ന് വക്കീലിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. കേസ് വരും എന്നോർത്ത് വക്കീൽ അങ്ങനെ ഇരുന്നോളും. ഇങ്ങനെയൊക്കെയാണ് സാറേ നമ്മുടെ നാട്ടില് പലരും കുടുംബ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. ആരാ? എന്റെ പേര് രാജീവൻ. തെക്കമലയിലെ വിജയകുമാറിന്റെ ബന്ധുവാ. കരം തീർക്കാനായിട്ട് വന്നതാ. കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ കരം തീർത്തിന്റെ രസീതുണ്ടോ? ഇല്ല. തണ്ടപ്പേര് രജിസ്റ്ററിന്റെ നമ്പറെങ്കിലും അറിയാവോ? ഇല്ല. എന്റെ പൊന്നു ചേട്ടാ, ഇതൊന്നും അറിയാതെ എങ്ങനെയാ ബുക്ക് തപ്പുന്നേ? ഏത് ബുക്കിലാണെന്ന് എങ്ങനെ അറിയാം? ഞാൻ സർവേ നമ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താ കാര്യം? പഴയ രസീത് കിട്ടാൻ വല്ല വഴിയുണ്ടോ? എന്താ കാഞ്ചനെ? നമസ്കാരം സാർ. തെക്കുമലയിലെ വിജയകുമാറിന്റെ ബന്ധുവാ. കരം തീർക്കാൻ വേണ്ടി വന്നതാ. പക്ഷേ പഴയ രസീതും ഇല്ല, ബുക്കിന്റെ നമ്പരും അറിയില്ല. തപ്പി കണ്ടുപിടിക്കാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറയായിരുന്നു. കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു സാറേ. കരം തീർത്ത രസീതുമായി 11 മണിക്ക് മുമ്പ് വരണമെന്നാ ചേട്ടൻ പറഞ്ഞിരിക്കുന്നേ. 11 മണിക്ക് മുമ്പേ ഒരു വക്കീലിനെ കണ്ടുപിടിക്കാനുള്ളതാ.
എന്താ കേസ്? ഒരു ചെറിയ കേസാ. ഇന്ന് ജാമ്യം എടുക്കണം. പേരെന്താ പറഞ്ഞ? രാജീവൻ. സ്വയം പ്രഭയും കാഞ്ചനയും സർവേ നമ്പർ നോക്കി ബുക്ക് കണ്ടുപിടിക്കൂ. രാജീവൻ വരൂ. ഓ ഇതാ. ചേട്ടാ ഏത് ബുക്കിലാണെന്ന് എങ്ങനെ അറിയും? നോക്ക് എന്നിട്ട് കാര്യമില്ല, നമുക്ക് തപ്പി നോക്കാന്നേ. എന്നാ പോയി തപ്പി നോക്ക്. സാർ. ആ എന്താ പേരെന്ന് പറഞ്ഞേ? രാജീവൻ. രാജീവൻ എന്താ ജോലി? ബിസിനസ്സാ സാറേ, റിയൽ എസ്റ്റേറ്റിന്റെ. രാജീവിന്റെ കേസിനെതിരെ വക്കീലിനെ കിട്ടില്ലെന്നല്ലേ പറഞ്ഞു? വക്കീലിനെ അന്വേഷിച്ചതാ സാറേ. ആദ്യം ജാമ്യം എടുക്കണം. അതിന് ഏത് വക്കീലായാലും മതിയല്ലോ. കേസൊക്കെ പിന്നെയല്ലേ. അങ്ങനല്ല. ആദ്യം തന്നെ കിട്ടാവുന്ന ഏറ്റവും നല്ല വക്കീലിനെ കേസ് ഏൽപ്പിക്കണം. ഇല്ലെങ്കിൽ പിന്നെ പ്രയാസം. എന്റെ ഭാര്യ വക്കീലാണ്. സാധാരണ വക്കീലല്ല, നല്ല പേരെടുത്ത വക്കീൽ. പറഞ്ഞറിയും. അഡ്വക്കേറ്റ് സത്യഭാമ. അഡ്വക്കേറ്റ് സത്യഭാമയെ കേസ് ഏൽപ്പിച്ചാൽ പിന്നെ രാജീവന് ഒന്നും കൊണ്ടും പേടിക്കേണ്ടി വരില്ല. ഞാൻ എന്റെ ഭാര്യ അഡ്വക്കേറ്റ് സത്യഭാമയ്ക്ക് കേസ് പിടിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. അങ്ങനെ കേസ് പിടിച്ചു കൊടുക്കേണ്ട കാര്യവുമില്ല. സത്യം പറഞ്ഞ ഭാമയ്ക്ക് ഒരുപാട് കേസുകളുണ്ട്. എന്നാലും രാജീവിനെ കണ്ടപ്പോ എനിക്കൊരു സഹതാപം തോന്നി. പിന്നെ വലിഞ്ഞെന്ന് ചെക്ക് കേസിന്റെ കാര്യം മാത്രം പറഞ്ഞ ഭാമ കേസേക്കൊന്നുമില്ല. വേറെ ഒരുപാട് കേസുണ്ടെന്ന് പറയണം. വേറെ കേസോ? അതൊക്കെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചുതരാം. ആ കേസൊക്കെ ഭാമ ഏൽപ്പിക്കാമെന്ന് പറയണം. എന്നിട്ട് ഈ കേസിന്റെ കാര്യം പറയാവൂ. പിന്നെ രാജീവൻ ഞാൻ നിർബന്ധിച്ചത് കൊണ്ടാണ് ഭാമയുടെ അടുത്ത് തന്നെ ചെന്നതെന്ന് പറയണം. എന്നോട് രാജീവന് ഒരുപാട് കടപ്പാടുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടത് എന്നും കൂടി പറയണം. അതെന്ത് കടപ്പാട്? നല്ല വകയിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പറയണം. ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാന്നേ. അല്ല, ഈ ശിവൻകുട്ടിയുടെ ഭാര്യയുടെ പിറന്നാളാണ് തിങ്കളാഴ്ച. അതുകൊണ്ട് ഡേറ്റ് ഒന്ന് മാറ്റണമെന്ന് പറഞ്ഞത്. അതെ, ഒരു കാര്യം ചെയ്താലോ? ഞായറാഴ്ച ആക്കിയാലോ? ആ, ഞായറാഴ്ച വൈകിട്ട്. ഓ ശരി, സന്തോഷം. ഓ നമസ്കാരം വക്കീലേ. നമസ്കാരം. എന്റെ പേര് രാജീവൻ. ഞാനൊരു ഫിനാൻസ് കമ്പനി നടത്തുക, ശ്രീലക്ഷ്മി ഫിനാൻസ്. വക്കീലെ കേട്ടിട്ടുണ്ടാവും. ഇല്ല. അയ്യോ, ഭയങ്കര ഫേമസ് അല്ലേ? ഓ, പിന്നെ വക്കീലിനെ പോലുള്ളവർക്ക് കാശ് കടം വാങ്ങേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങളെ അറിയാത്തത്. എന്താ വന്നത്? ഞങ്ങളുടെ കമ്പനിയുടെ കുറെ കേസുകളുണ്ട്. ഞങ്ങൾക്ക് കാശ് കിട്ടാനുള്ള കേസുകള്, ഞങ്ങൾ കാശ് കൊടുക്കാനുള്ള കേസുകള്, അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. അറിയാലോ, ഫിനാൻസ് കമ്പനി ആവുമ്പോ അതൊക്കെ സാധാരണയാണല്ലോ. ഞങ്ങളൊരു നല്ല വക്കീലിനെ അന്വേഷിച്ച് അടക്കമായിരുന്നു. അപ്പോഴാണ് മോഹനകൃഷ്ണൻ സാറിന്റെ ഭാര്യ വക്കീലാണെന്ന് അറിയുന്നത്. മോഹനേട്ടനെ അറിയോ? അറിയാമോ എന്നോ? ഞങ്ങൾക്ക് മോഹനകൃഷ്ണൻ സാർ എന്ന് പറഞ്ഞ ജീവനല്ലേ. ഓ, ഇത്രയും സത്യസന്ധനും മാന്യനുമായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വേറെയുണ്ടോ? സാറിനെ വിളിച്ചപ്പോ ഒരേ നിർബന്ധം, വക്കീലിനെ തന്നെ കേസ് ഏൽപ്പിക്കണമെന്ന്. മോഹനേട്ടൻ അങ്ങനെ പറഞ്ഞു? സാറിനേക്കാൾ സമർത്ഥയാണ് സാറിന്റെ ഭാര്യ. ഈ കേസ് ജയിക്കണമെങ്കിൽ വക്കീലിനെ തന്നെ ഏൽപ്പിക്കണമെന്നും പറഞ്ഞു. മോഹനകൃഷ്ണൻ സാർ ഒരു സത്യസന്ധനാണല്ലോ. അതുകൊണ്ട് തന്നെ സാറിനെയും ഞങ്ങൾക്ക് വിശ്വാസമാണ്. കേസ് വക്കീലിനെ തന്നെ ഏൽപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. വലിയ സന്തോഷം. വക്കീലെ, കേസിന്റെ കടലാസുകളൊക്കെ ആയി ഞാനും ഏട്ടനും നാളെ വരാം. വക്കീലിന് സമയം ഉണ്ടാവുമല്ലോ അല്ലേ? നാളെ ഉച്ച കഴിഞ്ഞാണെങ്കിൽ സൗകര്യമാണ്. ഓ ആയിക്കോട്ടെ. ശരി, ഒരു മിനിറ്റ്. ഹലോ. ആ മോനട്ടാ, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ആ വന്നു.
അതെയല്ലേ? ആ ശരി. മോഹനേട്ടനായിരുന്നു. ഓ, രാജീവൻ വന്നോന്ന് ചോദിക്കാൻ വിളിച്ചതാ. അപ്പോ ഞാൻ ഇറങ്ങട്ടെ വക്കീലേ? ആ ഭാമേ, ചായ. നേരത്തെ ചായ ഉണ്ടാക്കിയോ? അല്ല, മോഹനേട്ടൻ നടന്ന് ക്ഷീണിച്ചു വരികയല്ലേ, അപ്പൊ പിന്നെ നേരത്തെ അങ്ങ് ചായ ഉണ്ടാക്കി വെക്കാന്ന് കരുതി. ഞാൻ എല്ലാ ദിവസവും നടന്ന് ക്ഷീണിച്ചാണല്ലോ വരാറുള്ളത്. അപ്പോഴൊന്നും ഉണ്ടാക്കാത്ത ചായ ഇന്ന് എങ്ങനെ ഉണ്ടാക്കി എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, രാവിലെ നീ പറഞ്ഞത് ഞാൻ ഭാര്യയോട് സ്നേഹമില്ലാത്ത ലോകത്തിലെ ഒരേ ഒരു ഭർത്താവാണ്. അങ്ങനെ ഒരു ഭർത്താവിന് കൃത്യസമയത്ത് തന്നെ ചായ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാല്? മോഹനേട്ടനോട് സ്നേഹമില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മോഹനേട്ടനോട് സ്നേഹമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ രാജീവനെ വക്കീൽ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടത്. സത്യത്തിൽ രാജീവൻ വേറൊരു വക്കീലിനെ വെച്ചതാണ്. കരമടയ്ക്കാൻ വില്ലേജ് ഓഫീസിൽ വന്നതുകൊണ്ട് കാര്യം നടന്നു. പിന്നെ ഞാൻ വിട്ടില്ല. കേസ് നിന്നെ തന്നെ ഏൽപ്പിച്ചേ പറ്റൂ എന്ന് ഞാൻ വാശി പിടിച്ചു. അത് രാജീവൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു നിർബന്ധം പിടിച്ചാൽ രാജീവൻ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അത്രയും വലിയ ബന്ധമാണല്ലോ ഞാനും രാജീവനും തമ്മിലുള്ളത്. ഓ, അവന് നീ ഒരു ഭയങ്കര വക്കീലാണ്, ഇതുവരെ ഒരു കേസ് പോലും തോറ്റിട്ടില്ല എന്നൊക്കെ ഞാൻ രാജീവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ മാനം കളയാതെ കേസ് വാദിച്ച് ജയിച്ചോളണം. അതൊക്കെ ഞാൻ ഏറ്റു. നാളെ വരാന്ന് പറഞ്ഞ രാജീവൻ പോയത്. 4-5 കേസുണ്ടെന്നാ പറഞ്ഞത്. അതിലൊരു കേസ് ഇന്ന് തന്നെ ഏൽപ്പിച്ചല്ലോ. ഇല്ല, കേസ് നാളെ വരാന്നാ പറഞ്ഞത്. അല്ല, ഒരു കേസിന് ഇന്ന് തന്നെ കോടതി ജാമ്യം എടുക്കണമെന്നാണല്ലോ പറഞ്ഞത്. എന്നോടൊന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, നാളെ വരാന്ന് പറഞ്ഞ രാജീവൻ അങ്ങ് പോയി. അപ്പോ ഞാൻ ഇറങ്ങട്ടെ വക്കീലേ? ആ, പിന്നെ ഇവിടെ അടുത്ത് ATM എവിടാ ഉള്ളേ? കോടതിയുടെ കോമ്പൗണ്ടിനകത്തൊന്നും ഉണ്ട്, പക്ഷെ അതിനകത്ത് പൈസ കാണാൻ സാധ്യതയില്ല. പിന്നെ ഒന്നുള്ളത് കുറച്ച് അപ്പുറത്താ. ഒരു എഗ്രിമെന്റ് എഴുതാൻ 1000 രൂപയുടെ മുദ്രപത്രം വാങ്ങണമായിരുന്നു, അതുകൊണ്ടാ. മുദ്രപത്രം അപ്പുറത്തെ ബിൽഡിംഗ് കിട്ടും. പക്ഷേ പൈസ എടുക്കാൻ ATM പോണ്ടേ. എല്ലാ ഏർപ്പാടുകളും ഓൺലൈനിൽ ചെയ്യുന്നതുകൊണ്ട് കയ്യിൽ പൈസ കാണത്തില്ല. 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ATM-ൽ പൈസ കാണുമല്ലോ അല്ലേ? ഇപ്പത്തെ കാലമായോണ്ട് ഒന്നും പറയാൻ പറ്റില്ല. മിക്കവാറും ATM-കളും കാലിയാ. ഒരു കാര്യം ചെയ്യാം, രാജീവിന് ഞാൻ 1000 രൂപ തരാം. നാളെ വരുമ്പോ തിരിച്ചെന്നാ മതി. വക്കീലിനത് ബുദ്ധിമുട്ടാവില്ലേ? ഇതിലൊക്കെ എന്ത് ബുദ്ധിമുട്ട്? വലിയ ഉപകാരമായി. എന്നാ നാളെ കാണാം. ഓ ശരി. അല്ല, മോഹനേട്ടൻ അടുപ്പുള്ള ആളാണെന്ന് മോഹനേട്ടനോട് പറഞ്ഞില്ലേ? മാത്രമല്ല എന്റെ ഒരു കക്ഷിയും കൂടിയല്ലേ. ഒരത്യാവശ്യത്തിന് 1000 രൂപ ചോദിക്കുമ്പോ കൊടുക്കാതിരിക്കുന്നത് എങ്ങനെ മോഹനേട്ടാ? എന്താ കാശ് കൊടുത്ത വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോന്ന് ചോദിച്ചാ ഇയാളെ എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കും? 1000 രൂപ പോയി. എന്താ കിട്ടൂ? ഭയങ്കര ക്ഷീണം. അല്ല, 1000 രൂപ പോയി. ഭാര്യയെ പലതരത്തിൽ സ്നേഹിക്കാമെന്ന് ആദ്യം വന്നവരൊക്കെ പറഞ്ഞതാണ്. പക്ഷെ എല്ലാ കാര്യത്തിലും വ്യത്യസ്തനായതുകൊണ്ട് വ്യത്യസ്തമായി ഭാര്യയെ സ്നേഹിക്കുകയായിരുന്നു വില്ലേജ് ഓഫീസർ. ആ സ്നേഹത്തിൽപ്പെട്ട് ഒരു പോക്ക് പോയ 1000 രൂപയുടെ കാര്യം മറന്ന് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.